നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നീളത്തിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബൈൻഡിങ് കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. കടലപ്പൊടി നമുക്ക് പിന്നെ നോക്കിയിട്ട് ബാക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളം നോക്കി വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നോക്കി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു കുഴഞ്ഞ രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബൈൻഡിങ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കൂട്ടിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് സ്ലൈസസ് ആണ്. ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അരികുകൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഒരു ബ്രെഡ് എടുക്കുക. ഇതൊന്ന് പരത്തിയെടുക്കാനാണ് പോകുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ആക്കി കൊടുക്കുന്നത്. ഒന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി സെറ്റ് ചെയ്തെടുക്കാം. സോസ് ആക്കിയതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് പറ്റിപ്പിടിച്ച് നിന്നോളും. നിങ്ങൾക്ക് ചീസിന് പകരം ഇതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാകും. അഥവാ നിങ്ങളുടെ കൂട്ട് ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ല കട്ടിയായിട്ടില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളമൊഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂട്ടാണ് വേണ്ടത്. നമുക്ക് കവർ ചെയ്തെടുക്കാൻ പാകത്തിലുള്ള കൂട്ടാണ് വേണ്ടത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതുപോലെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം വേണം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് ആക്കി വെക്കുക. അതിനുശേഷം ഒരു ഭാഗം ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.